അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവായതുകൊണ്ട് ലോകം കുലുങ്ങേണ്ട വരവാണ്, ലോകം ശ്രദ്ധിക്കേണ്ട വരവാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു ലോകരിൽ ഏറ്റവും പ്രധാനികളും പ്രമുഖരുമായ അമ്പിയാക്കളെ കൊണ്ട് വിളംബരം നടത്തിച്ചു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് എല്ലാ വർഷവും പ്രത്യേകിച്ച് റബീഉൽ അവ്വലിൽ നമ്മൾ ധാരാളം കേൾക്കുകയാണ്. റബീഉൽ അവ്വൽ അല്ലാത്ത സമയങ്ങളിലും ഹബീബായ തങ്ങളെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എപ്പോഴെല്ലാം എത്ര ആളുകൾ ചേർന്ന് പറഞ്ഞാലും തീരാത്ത പവിത്രമായ വിശേഷണങ്ങളുടെ സ്വാഹിബാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമി ലോകത്തേക്കുള്ള വരവിന് അല്ലാഹു റബ്ബുൽ ആലമീൻ തെരഞ്ഞെടുത്ത മുബാറക്കായ മാസം പരിശുദ്ധ റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ അല്പമെങ്കിലും ഖൽബിൽ ഈമാനുള്ള സർവ്വ മനുഷ്യരും വളരെ വളരെ സന്തോഷിച്ചു. റബീഇന്റെ സന്തോഷം സത്യവിശ്വാസികൾക്ക് പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. എത്രയെത്ര നാടുകളാണ് രാവും പകലും വല്ലാത്ത വെളിച്ചമാണ്, പകലിനേക്കാൾ വെളിച്ചമുള്ള രാവുകൾ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ റബീഇന്റെ ഖുദൂമിനോടനുബന്ധിച്ച് നന്നായി വർണ്ണമുള്ള വെളിച്ചങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ധാരാളം പണം ചെലവാക്കി, അതിനൊക്കെ വലിയ കൂലിയാണ്, വലിയ പ്രതിഫലമാണ്, വലിയ ഫലമാണ്. നമ്മൾ ഇവിടെയും കാണുന്നു ധാരാളം വെളിച്ചങ്ങൾ. ഇതുപോലെ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും വഴിവക്കുകളും എല്ലാം അലങ്കരിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്ന പ്രകടനങ്ങളാണിതെല്ലാം. ഹല്ലർ റബീഉ വസാനത്തിൽ അഖ്താറു واخضرت الأشجار والأزهار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിന ബീവിയിലൂടെ ഭൂമിയിലേക്ക് വന്ന സമയമടുക്കുമ്പോ അതിലുള്ള സന്തോഷം കൊണ്ട് സാനത്തിൽ അഖ്താറു വഖ്ളറത്തിൽ അശ്ജാറു വൽ അസ്ഹാറു. പോരാ ഫർഹം ബിമഖ്ദമി ശഹരി മൗലിദി അഹ്മദി ശഹറും ബിഹി കഅസുൽ ഖറാമി യുദാറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടവും മഹബ്ബത്തും ധാരാളമായി ഒഴുകുന്ന മാസമാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ. സത്യവിശ്വാസികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് സമയങ്ങളില്ല, കാലങ്ങളില്ല, മാസങ്ങളില്ല. എന്നും എപ്പോഴും അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് ഇങ്ങനെ ഒഴുകുകയാണ് സത്യവിശ്വാസികളിൽ നിന്ന്. പിന്നെ റബീഉൽ അവ്വൽ ആകുമ്പോഴോ, പരിശുദ്ധ റബീഉൽ അവ്വൽ ആകുമ്പോൾ വല്ലാതെ സംഘടിതമായും സ്വന്തമായും കുടിലുകളിലും കൊട്ടാരങ്ങളിലും കോട്ടേഴ്സുകളിലും റോട്ടിലും വീട്ടിലും എല്ലാ സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങൾ, തങ്ങളെക്കുറിച്ചുള്ള ആലാപനങ്ങൾ, തങ്ങളെക്കുറിച്ചുള്ള കവിതകൾ, വരകൾ, എഴുത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിൽ സന്തോഷിച്ചുള്ള പ്രകടനങ്ങൾ. അഹ്ബബ്തു ശഹ്റ റബീഉൻ ഹൈസു ശറഫഹു. നമുക്കങ്ങനെ ഈ റബീഉൽ അവ്വൽ വരുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ പറ്റും? നമുക്കെങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ പറ്റും? നമുക്ക് അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് ചെലവാക്കിയിട്ട് ഹബീബായ തങ്ങളുടെ പരിശുദ്ധ റബീഇനെ എങ്ങനെ മനോഹരമാക്കാതിരിക്കാൻ കഴിയും? എങ്ങനെ മൊഞ്ചാക്കാതിരിക്കാൻ കഴിയും?
അഹ്ബബ്തു ശഹ്റ റബീഇൻ ഹൈസു ശറഫഹു റബ്ബുസ് സമാഇ ബിമീലാദിൻ നബിൽ ഫത്നി. ഈ പരിശുദ്ധ റബീഇനെ അല്ലാഹു മനോഹരമാക്കി. അല്ലാഹു തആല റബീഇനെ മനോഹരമാക്കിയത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പരിശുദ്ധ റബീഇൽ നമ്മിലേക്ക് എത്തിച്ചു തന്നു എന്നതുകൊണ്ടാണ്. പരിശുദ്ധ റബീഇനെ അല്ലാഹു മനോഹരമാക്കുകയാണ്. ഖൈറിൽ ബറായാ ഹബീബില്ലാഹി മിൻ ഖിദമി മിൻ ഖബ്ലി ആദമ അൻ യുബ്റാ മിനത്ത്-തീനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കുന്തു നബിയൻ, ഞാൻ നബിയായി കഴിഞ്ഞിട്ടുണ്ട് എന്ന്. വആദമു ബൈനൽ മാഇ വത്ത്-തീൻ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിക്കുന്നതിന്റെയും മുമ്പ് ഞാൻ നബിയായി കഴിഞ്ഞിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ സമയത്ത് തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു തആല ഹബീബായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹബീബായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് സ്വന്തക്കാരനാക്കാൻ എന്തെല്ലാം മഹനീയമായ മനോഹരമായ വിശേഷണങ്ങൾ ആവശ്യമുണ്ടോ, എന്തെല്ലാം സ്വഭാവങ്ങൾ ആവശ്യമുണ്ടോ, അതെല്ലാം അല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളമായി ചൊരിഞ്ഞു കൊടുത്തു. എല്ലാ നല്ല സ്വഭാവങ്ങളും ഔസാഫുൽ മഹ്മൂദ മുഴുവനും. ثم اصطفاه حبيبا بارئ النسم. അതിനുശേഷം അല്ലാഹുവിന്റെ റസൂലിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നമ്മുടെ നേതാവിനെ ഹബീബൻ ബാരിഉൻ നസമി അല്ലാഹു തആല തന്റെ ഹബീബായി പ്രഖ്യാപിച്ചു, തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുപ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തന്റെ ഹബീബായിട്ടുള്ള തെരഞ്ഞെടുക്കൽ, അതും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിന് മുമ്പേ നടന്നിട്ടുണ്ട്. ലഹു സിഫാതു ജമീഇൽ അംബിയാഇ വഖദ് സാറു അലാ നഹ്ജിഹി ഫിസ്സിർരി വൽ അലനി. ലോകത്ത് കഴിഞ്ഞുപോയ 2,24,000 നബിമാർ, ആ നബിമാരിൽ ഓരോരുത്തരുടെയും മഹനീയമായ സ്വഭാവ വിശേഷണങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ലഹു സിഫാതു ജമീഇൽ അംബിയാഇ വഖദ് സാറു അലാ നഹ്ജിഹി ഫിസ്സിർരി വൽ അലനി. എല്ലാ അമ്പിയാക്കളും അവരുടെ സ്വഭാവം തെരഞ്ഞെടുത്തത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവങ്ങളിൽ നിന്നാണ്. പിന്നീട് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ സ്വഭാവം പഠിക്കുക? ഒരു സംശയം വന്നേക്കാം. ആ സംശയത്തിന് ഇമാമിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസൂ. വലിയ സമുദ്രത്തിൽ നിന്ന് കൈക്കുമ്പിള് കൊണ്ട് കോരിയെടുക്കുന്നത് പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവിൽ നിന്ന് മറ്റുള്ള അമ്പിയാക്കളൊക്കെയും സമ്പാദിച്ചിട്ടുള്ളതെന്ന് ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബുർദയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലേ? വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസൂ. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. എങ്ങനെ? സമുദ്രത്തിൽ നിന്ന് കൈക്കുമ്പിൾ കൊണ്ട് കോരിയെടുക്കുന്നത് പോലെയാണ് സമുദ്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
എന്ത് സമുദ്രം? ഇൽമിന്റെ സമുദ്രമാണ്, സൽസ്വഭാവത്തിന്റെ സമുദ്രമാണ്. എല്ലാ ഇഷ്ടപ്പെടുന്ന സർവ സ്വഭാവങ്ങളുടെയും വിശേഷണങ്ങളുടെയും ബഹറാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ബഹറിൽ നിന്ന് അല്പാൽപമായി നേടിയെടുത്തവരാണ് നേരത്തെ പറഞ്ഞതുപോലെ 2,24,000 നബിമാരും. അതാണ് ലഹു സിഫാത്തു ജമീഉൽ അംബിയാഇ വഖദ് സാറു അലാ നഹ്ജിഹി ഫിസ്സിർരി വൽ അലനി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ പാതയാണ് കഴിഞ്ഞുപോയ അമ്പിയാക്കളൊക്കെയും ഓരോരുത്തരും അനുധാവനം ചെയ്തിട്ടുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടിപ്പാൽ ഒന്നാമത്തെ സൃഷ്ടിയാണ്. ഏറ്റവും ഒന്നാമതായി ആദ്യം അല്ലാഹു തആല സൃഷ്ടിച്ചത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ്, തർക്കമില്ലാത്ത വിഷയമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ്, ശീത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ്, അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ്, മൂസാ നബിയുടെ വരവ്, ഈസാ നബിയുടെ വരവ്, അതിനിടയിൽ വന്നുപോയ സർവ്വ നബിമാരും എല്ലാവരും വന്നതും നിർവഹിച്ചതും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നുണ്ട്, വരാനായിട്ടുണ്ട്, വരാനിരിക്കുന്നുണ്ടെന്ന വിളംബരമായിരുന്നു എല്ലാവരും നിർവഹിച്ചത്. മുത്തുനബിയുടെ വരവിന്റെ വിളംബരമായിരുന്നു. കാരണം എന്താണ്? അതൊരു അസാധാരണ വരവാണ്. നമുക്കറിയാലോ, ഒരു വലിയ സംഗതി, ഒരു വലിയ പരിപാടി നടക്കുമ്പോ അതിന് മുന്നിൽ ഒരു അനൗൺസ് വാഹനം, ഇതാ വരുന്നു, ഇതാ വരുന്നു, ഇതാ വരുന്നു, തൊട്ടടുത്ത് ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട്. അതേ സമയത്ത് പ്രാധാന്യമില്ലാത്തൊരു സംഗതിയാകുമ്പോ അതിനങ്ങനെ ഒരു മുന്നറിയിപ്പുകാരും ഒരു അനൗൺസ് ഒന്നും നടക്കാറില്ല. ഇവിടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവായതുകൊണ്ട് ലോകം കുലുങ്ങേണ്ട വരവാണ്, ലോകം ശ്രദ്ധിക്കേണ്ട വരവാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു ലോകരിൽ ഏറ്റവും പ്രധാനികളും പ്രമുഖരുമായ അമ്പിയാക്കളെ കൊണ്ട് വിളംബരം നടത്തിച്ചു.